കമ്പോളവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും ഒക്കെ ഫലമായി മാനവരാശി ഇന്ന് മൊത്തത്തിൽ വലിയ മാനസിക സമ്മർദ്ദത്തെ നേരിടുകയാണ്. ഈ മാനസിക സമ്മർദ്ദത്തെ പരിഹരിക്കുവാൻ സർവശക്തനായ ഈശ്വരൻ പ്രകൃതിയിൽ തന്നെ വിവിധ വസ്തുക്കൾ നമുക്ക് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൂക്കൾ. പൂക്കളുടെ ലോകത്തിലൂടെയുള്ള സഞ്ചാരവും പൂക്കളെ കാണുന്നതും ഒക്കെ നമ്മുടെ മാനസിക സമ്മർദ്ദത്തെ അകറ്റുവാൻ വളരെ നല്ലതാണെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന വിഷയം 4 പൂക്കളെ പറ്റിയാണ്, 4 ചെടികളെ പറ്റിയാണ്. ആ ചെടികൾ കാണുന്നതും അവയെ ആസ്വദിക്കുന്നതും ഒക്കെ നമ്മുടെ മാനസിക സമ്മർദ്ദത്തെ, സ്ട്രെസ്സിനെ ഉന്മൂലനം ചെയ്യുവാൻ പര്യാപ്തമാണ്. ഒന്നാമത് ലാവണ്ടർ എന്നറിയപ്പെടുന്ന ജടാമഞ്ചിയാണ്. വളരെ മനോഹരമായ നിറത്തോടു കൂടിയ ഈ പൂക്കൾ ഇന്ന് വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് നഴ്സറികളിലും മറ്റും ലഭ്യമാണ്. ഇവ നമ്മുടെ മാനസിക സമ്മർദ്ദത്തെ അകറ്റുവാനായിട്ട് പര്യാപ്തമാണെന്ന് ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തി കഴിഞ്ഞു. ഇതിന്റെ മനോഹരമായിട്ടുള്ള നിറങ്ങളും ഇതിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ നമ്മുടെ അന്തരാത്മാവിൽ കുളിർമ പകരുവാൻ ഏറ്റവും നല്ലതാണ്. മറ്റൊരു ചെടിയാണ് അലോവേര എന്നറിയപ്പെടുന്ന നമ്മളുടെ ചെടി. ഈ അലോവേര നമുക്ക് ആസ്വദിക്കുവാൻ മാത്രമല്ല, ഇതിനും വളരെ വലിയൊരു കഴിവുണ്ട്. ടോക്സിൻസ് ഇൻഹേലറാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ മൊത്തത്തിലുള്ള പ്രകൃതിയുടെയും ഒക്കെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജീസ്, നമ്മുടെ ഓറയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നെഗറ്റീവ് എനർജി, ഈ എനർജിയെ പോസിറ്റീവാക്കി മാറ്റുവാനായിട്ടുള്ള വളരെ വലിയ ഒരു കഴിവ് നമുക്ക് ഈ അലോവേരയ്ക്കുണ്ട്. അപ്പൊ അലോവേര നമ്മുടെ ചുറ്റുവട്ടത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ മാനസികമായ സ്ട്രെസ്സിനെ ഉന്മൂലനം ചെയ്യുവാൻ വളരെ പര്യാപ്തമാണ് അലോവേര. അതുപോലെ മറ്റൊരു ചെടിയാണ് സ്നേക്ക്, നമ്മൾ ഈ സർപ്പപ്പോള എന്ന് പറയപ്പെടുന്ന ഈ ചെടി. ഈ സർപ്പപ്പോള വീട്ടിൽ നമ്മൾ ചെയ്യുന്നതോടുകൂടി അതിന് നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ വലിച്ചെടുക്കുവാനും അതുപോലെ തന്നെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുവാനും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തും അതിന് പോസിറ്റീവ് എനർജി നൽകുവാനും ശക്തിയുണ്ട് എന്ന് സയന്റിസ്റ്റുകൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ വീടിന്റെ മുൻവശത്ത് നമ്മൾ ചെടിച്ചട്ടിയിലോ മറ്റോ ഈ സർപ്പപ്പോള വയ്ക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ് ഇന്നത്തെ കണ്ടെത്തലുകൾ. നാലാമതായി നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനെ ആകർഷിക്കാത്തവരാരുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ മാനവരാശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവാണ് ജാസ്മിൻ അഥവാ മുല്ലപ്പൂ. ഈ മുല്ലപ്പൂ നമ്മൾ സ്വീകരിക്കുന്നതോടുകൂടി മുല്ലപ്പൂവിൽ നിന്നും വരുന്ന ഗന്ധത്തിന് നമ്മുടെ ഓറയെ ശുദ്ധീകരിക്കുവാനും മനസ്സിന് കുളിർമ പകരുവാനും നമുക്ക് സാധിക്കുന്നു. ചെന്നിക്കുത്ത് ഒക്കെ എന്നറിയപ്പെടുന്ന തലവേദന, ഈ തലവേദന മാറ്റുവാൻ ഈ മുല്ലപ്പൂവിന്റെ ഉള്ളിലുള്ള സുഗന്ധം നൽകുന്ന വസ്തുവിന് കഴിയും എന്നുള്ളതാണ് നമ്മുടെ സയന്റിസ്റ്റുകൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും കവി ചൊല്ലിയതുപോലെ പാടത്തിൻകര നീല നിറമായി വേലിക്കൊരാഘോഷമായി അങ്ങനെ കിടക്കുന്ന മനോഹരമായ പല ചെടികളും നമ്മുടെ മനസ്സിന് കുളിർമ പകരുവാനായിട്ട് പര്യാപ്തമാണ്. പ്രകൃതി പുരുഷ സംയോഗത്തിലൂടെ പരിസ്ഥിതി സന്തുലനത്തിലൂടെ മാത്രമേ മാനവരാശിക്ക് ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാനായിട്ട് കഴിയൂ. കാളിദാസ ശകുന്തളത്തിൽ തന്നെ നമുക്കറിയാം, ശകുന്തളയും പ്രിയമതയും അനസൂയയും ഒക്കെ മാലിനി നദിയുടെ കുഞ്ഞോളങ്ങളിൽ കൂടി നീന്തി തുടിക്കുന്ന പരൽമീനുകളെ കാണുന്നതും മുല്ലവള്ളി അഴിഞ്ഞു വീഴുന്നതും ഒക്കെയായ മനോഹര ദൃശ്യങ്ങൾ കണ്വാശ്രമത്തിൽ നമ്മൾ ശകുന്തളത്തിൽ ദർശിക്കുന്നുണ്ട്. ഈ പ്രകൃതി പുരുഷ ബന്ധമാണ് മാനവരാശിയെ എല്ലാവിധത്തിലുള്ള സ്ട്രെസ്സിലേക്കും മോചനം നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ പൂന്തോട്ടത്തിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുക, പൂക്കൾ ആസ്വദിക്കുക, പൂക്കൾ ചൂടുക, അതിൻ്റെ ഗന്ധം പേറുക, അതൊക്കെ വളരെ നല്ലതാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചർച്ചാ വിഷയം.